ഹായ് ഫ്രണ്ട്സ്, മൈൻഡ്ഫുൾ വ്ളോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ജർമ്മനിയിൽ എത്തിയിട്ട് രണ്ടാമത്തെ ദിവസമാണ് ഇന്ന്. ഞങ്ങൾക്ക് സിറ്റി രജിസ്ട്രേഷനും ഉണ്ട്, പിന്നെ ക്ലിനിക്കിലും പോകണം. അപ്പോൾ 8:15 സിറ്റി രജിസ്ട്രേഷൻ ചെയ്യേണ്ട ഓഫീസിലോട്ട് ഞങ്ങളോട് ചെല്ലാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അഡ്രസ്സൊക്കെ തന്നിട്ടുണ്ട്. ഗൂഗിൾ മാപ്പൊക്കെ ഇട്ട് തന്നെ കണ്ടുപിടിച്ച് വേണം ചെല്ലാനായിട്ട്. അതുകൊണ്ട് കുറച്ച് നേരത്തെ ഞങ്ങൾ ഇറങ്ങി. ഇവിടെ നിന്നൊരു അരമണിക്കൂറുണ്ടെന്നാണ് നോക്കിയപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ ഞങ്ങളിതേ റൂമിൽ നിന്ന് പുറത്തിറങ്ങി. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ഇറങ്ങി അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പോൾ റൂബി ഇതേ ലൊക്കേഷൻ ഇട്ടിട്ട് പോകാമെന്ന് ഓർത്തുകൊണ്ട് ഞങ്ങളിത് ചെയ്യുവാണ്. ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന ബിൽഡിങ്. അതാണോ? നല്ല ബിൽഡിംഗ് ആണല്ലോ. ഞങ്ങൾ സിറ്റി രജിസ്ട്രേഷൻ കഴിഞ്ഞതേ പുറത്തിറങ്ങി. നല്ല മഴയാണ്. രാവിലെ ഇങ്ങോട്ട് വന്നപ്പോൾ വീഡിയോ എടുക്കാനൊക്കെ പ്ലാൻ ചെയ്തൊക്കെ പോകുന്നതാണ്. പക്ഷെ ഒന്നും നടന്നില്ല. 35 മിനിറ്റോളം നടക്കാനുണ്ടായിരുന്നു. പിന്നെ ഗൂഗിൾ മാപ്പ് ഇട്ട് പോകുന്ന അതിൻ്റെ ഇടയ്ക്ക് മഴ പെയ്തു. പിന്നെ ഓടി എങ്ങനെയൊക്കെ ഇവിടെ കറക്റ്റ് സമയത്ത് എത്തിയത്. അതുകൊണ്ട് ഇതേ കഴിഞ്ഞു. ഞങ്ങളിപ്പോൾ ഇറങ്ങി. ഇനി എൻ്റെ ഒരു ഫ്രണ്ടിന് സിം എടുക്കാനുണ്ട്. അപ്പോൾ അതെടുക്കാൻ വേണ്ടി പോവുകയാണ്. ഞങ്ങൾക്ക് ഓൾറെഡി ഇവിടെ നിന്ന് നാട്ടിൽ നിന്ന് സിം എടുത്തുകൊണ്ട് വന്നായിരുന്നു. ജർമ്മൻ സിം എടുത്ത് അത് ആക്ടിവേറ്റഡ് ആയി. അതുകൊണ്ട് ഞങ്ങൾക്ക് എടുക്കുന്നില്ല. അവൾ സിം എടുത്തിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഓടി ഇവിടെ എത്തി. അങ്ങനെ ഞങ്ങളുടെ രാവിലെ മഴയും നനഞ്ഞു ജർമ്മനി വന്ന് 2ാം ദിവസം ഞങ്ങളുടെ ഓട്ടം PT ഷോറിനേക്കാളും കടയായിട്ട് ഞങ്ങൾ ഓടിയത്. പിന്നെ ഞങ്ങളുടെ 5 പേരിൽ ഞങ്ങളുടെ 2 പേരുടെ മാത്രമേ ഇപ്പോൾ സിറ്റി രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടുള്ളൂ. ബാക്കി 3 പേരുടെയും അടുത്ത ആഴ്ച ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങളുടെ 2 പേരുടെയും കഴിഞ്ഞു. ഇനിയിപ്പോൾ തിരിച്ചു പോവുകയാണ്. പിന്നെ ഇനി ക്ലിനിക്കിൽ 12 മണിക്കാണ്. അടുത്ത ഗൂഗിൾ മാപ്പ് തന്നിട്ടുണ്ട്. ഇനി അടുത്ത ഓട്ടം ഞങ്ങൾ 11 മണി തൊട്ട് ഓടിയാലായിരിക്കും ചിലപ്പോൾ 12 മണിക്ക് അവിടെ ചെല്ലത്തുള്ളൂ. ഇവിടുത്തെ ഫ്രൂട്ട്സ് കടയാണ് ഇതൊക്കെ. ഫ്രൂട്ട്സ് ഇത് നമ്മുടെ റെഡിമെയ്ഡ് ഡ്രസ്സുകളുടെ. ഇത് നമ്മുടെ ഇവിടുത്തെ സ്പെഷ്യൽ ഫുഡ് ബ്രെഡ്. എല്ലാ ബ്രെഡും ഉണ്ട്. മഴയുണ്ട്. നാട്ടിൽ നിന്ന് കുടയൊക്കെ കൊണ്ടുവന്നതാണ്. പക്ഷേ കുട കൊണ്ടുവന്നിട്ട് അലമാരിൽ വെച്ചു. എടുത്തുകൊണ്ട് വന്നില്ല. രാവിലെ മുഴുവൻ മഴ തന്നെ ഞങ്ങളിവിടെ എത്തിയത്. ഇപ്പോഴും മഴ നനയുക. പൂവൊക്കെ ഉണ്ടായിരുന്നു. നല്ല തണുപ്പാണ്. കയ്യിൽ ഹാൻഡ് ഗ്ലൗ ഒക്കെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് പോലും നല്ല തണുപ്പാണ്. കുഞ്ഞിനൊക്കെ ഉള്ളത്. അയ്യോ, മിണ്ടാൻ പറ്റുന്നില്ല. ചുണ്ടൊക്കെ കൂട്ടിയിടിക്കണം വർത്താനം പറയുമ്പോൾ.
ബാർബർ ഷോപ്പ് ഇവിടെ ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഇതിൻ്റെ പേര്, ബാർബർ ഷോപ്പിന്. എൻ്റെ ഹസ്ബൻഡിൻ്റെ നാട്ടിൽ ബാർബർ ഷോപ്പാണ്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് വേഗം A1A2 പഠിച്ചിട്ട് പോരാനുള്ള വഴിയും നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇവിടെ ജോലി ചെയ്യണമെങ്കിൽ A2 എങ്കിലും പാസ്സാവണം. അപ്പം അതുകൊണ്ട് പഠിക്കാൻ പറഞ്ഞിട്ടാണ് പോന്നിരിക്കുന്നത് A1A2. എൻ്റെ ഫ്രണ്ട് സിം എടുക്കാനായിട്ട് അകത്ത് കയറിയേക്കുക. ഞങ്ങളിതേ ഇവിടെ പുറത്ത് വെയിറ്റ് ചെയ്യുക. അയ്യോ, ഈ ചുണ്ടൊക്കെ കൂട്ടിയിടിക്കുക, അത്രയും തണുപ്പുണ്ട്. ഇങ്ങോട്ട് വന്നപ്പോൾ ശരിക്കും വീഡിയോ എടുക്കണമെന്നൊക്കെ വിചാരിച്ച റൂമിൽ നിന്ന് ഇറങ്ങിയത്. പക്ഷേ ഒന്നും നടന്നില്ല, കാരണം അത്രയും മഴയായിരുന്നു ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ. പിന്നെ സ്ഥലം കണ്ടുപിടിക്കാനുള്ള ഇതിൽ ടൈം ഞങ്ങളുടെ അവിടെ നിന്ന് ഒത്തിരി നടക്കണമായിരുന്നു. ഈ സിറ്റി രജിസ്ട്രേഷൻ്റെ ഓഫീസിലോട്ട് ഒരു 35 മിനിറ്റാണ് ഗൂഗിൾ മാപ്പിൽ കാണിച്ചത്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ നടക്കില്ല ചെയ്ത്, ശരിക്കും പറഞ്ഞാൽ അവിടെ നിന്ന് ഞങ്ങൾ ഓടുക ചെയ്തത്. വായിന്നൊക്കെ പുക വരുക. അപ്പോൾ അവിടെ നിന്ന് ഓടി കറക്റ്റ് സമയത്ത് സമയം കഴിഞ്ഞായിരുന്നു. ഒരു 2 മിനിറ്റ് ലേറ്റായിട്ടാണ് വന്നത്. ആദ്യം തന്നെ ലേറ്റ് ആവണ്ടില്ലെന്ന് ഓർത്താണ് ഞങ്ങൾ ഓടിയത്. പക്ഷേ എന്നിട്ട് 2 മിനിറ്റ് ലേറ്റായി വന്ന് ഭാഗ്യത്തിന് അത് കഴിഞ്ഞു. ഇനിയിപ്പോൾ റൂമിൽ തിരിച്ചു പോകണം. വീണ്ടും 11 മണിയൊക്കെ ആകുമ്പോൾ അടുത്ത മാപ്പുമായിട്ട് ക്ലിനിക്കിൽ പോകണം. അങ്ങനെ ഇന്നത്തെ ദിവസം ഇത് രണ്ടുമായിട്ട് തീരും. രാവിലെ പിന്നെ ഞങ്ങൾ എഴുന്നേറ്റപ്പോൾ ഒത്തിരി സമയമില്ലാത്ത കാരണം കൊണ്ട് 6 മണിക്ക് അലാറം വെച്ചായിരുന്നു. അപ്പോൾ അത് എഴുന്നേറ്റു. അതുകൊണ്ട് ഒത്തിരി സമയമില്ലാത്ത കാരണം കൊണ്ട് മാഗി ഉണ്ടാക്കി കഴിച്ചിട്ട് ചായയും കുടിച്ചിട്ട് ഞങ്ങൾ പോകുന്നത്. ഇപ്പോൾ ചെന്ന് കഴിയുമ്പോൾ അരി നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. കുറച്ച് ഒത്തിരി ഒന്നുമില്ല, ഒരു 2 കിലോ കൊണ്ടുവന്നിട്ടുണ്ട്. ഞങ്ങൾ 2 പേരും. അപ്പോൾ അവളും കൊണ്ടുവന്നിട്ടുണ്ട്. കുറച്ച് അരി എടുത്തിടണം. അങ്ങനെയൊക്കെ ചെന്നിട്ട് വേണം ഇട്ടിട്ട് കഴിക്കാൻ. ഞങ്ങൾ സിറ്റി രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് ഇവിടുന്ന് തിരിച്ച് റൂമിൽ ചെല്ലണമെങ്കിൽ ഒരു അരമണിക്കൂർ എടുക്കും. അപ്പോൾ പിന്നെ അതുകൊണ്ട് ഞങ്ങൾ ഫ്രണ്ട്സ് താമസിക്കുന്ന ഇവിടെ അടുത്താണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് വന്നു. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ക്ലിനിക്കിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇതാ അതിൽ 2 പേര് താമസിക്കുന്ന അക്കോമഡേഷൻ്റെയാണ്. ഇതുണ്ട്, ഇത് നല്ല ഫെസിലിറ്റി ആട്ടോ. ഞങ്ങൾ താമസിക്കുന്ന ഫ്ലാറ്റിനേക്കാളും വലിയ ഫ്ലാറ്റാട്ടോ ഇത്. ഇവിടെ ഈ കിച്ചൺ, പിന്നെ ഇങ്ങോട്ട് ബാൽക്കണി ഉണ്ട് അവിടെ. പിന്നെ ഇവിടെ ഒരു സ്റ്റോർ റൂമുണ്ട്. സാധനങ്ങൾ വെക്കാനൊക്കെ ആയിട്ട് അടിപൊളി. ഇത് ഞങ്ങളുടെ ഫ്ലാറ്റിനേക്കാളും സെറ്റപ്പാണ്. അതെ, ഇവർ പോയി തക്കാളിയും സബോളയും ഭയങ്കര റേറ്റാണ്. തക്കാളി സബോളയും എല്ലാം വാങ്ങിച്ചത് സ്റ്റോർ റൂമിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് മേളത്തെ ഫ്ലോറാട്ടോ. ഇവർക്ക് 2 ഫ്ലോറാണ് ആയിട്ടാ. മേളത്തെ ഫ്ലോറിലാണ് കിച്ചണും ഡൈനിങ് ഏരിയയും. ഡൈനിങ് ഏരിയയിൽ ഇതാണ് ഡൈനിങ് ഏരിയ. പിന്നെ ഇവിടെ സോഫ സെറ്റൊക്കെ ഉണ്ട്, ഹീറ്റർ. ഇനി താഴത്തോട്ട് സ്റ്റെയർ കേസാണ് താഴത്തോട്ട്. അതെ, 2nd ഫ്ലോറിൽ നിന്ന് താഴത്തോട്ട് സ്റ്റെയർ കേസ്. ഇതൊരാള് ഒരു ഹായ് പറഞ്ഞേ. ഇതൊരാളുടെ റൂം കാണിക്കുന്നു. ഇത് അടുത്തയാള്. അടുത്തയാള്. ഇവര് നല്ല VIP സ്റ്റൈലിലാണ് ഇവിടുത്തെ ജീവിതം. 2 നില വീടാണ് ഇവർക്ക് കിട്ടിയിരിക്കുന്നത്. ഒരു കുറവില്ല, റെന്റ് നല്ല രീതിക്ക് പോകുന്നുണ്ട്. ഒന്നിനും ഒരു കുറവില്ല. ഇതന്നെ ഇത് ടോയ്ലറ്റ് അല്ലേ, വാഷ്റൂം അല്ലേ, സെറ്റപ്പ് വീടാ. ഇതിന്റെ റെന്റ് കേട്ടപ്പോഴാണ് ബോധം ഞെട്ടിയത്. അയ്യോ, ഇവിടെ നിന്ന് പുറത്തേക്കുള്ള വ്യൂ ഭയങ്കര രസമാണേ. ഇതേത് ചർച്ച ചെയ്താ?
ഇവിടെയൊക്കെ നല്ല രസം. പള്ളി ഉണ്ടെന്ന് ഇവിടെ. പള്ളി ഇവിടെ നിന്ന് നോക്കി കാണാന്നാ പറഞ്ഞേ. നല്ല രസമുണ്ട് കേട്ടോ ഇവിടുത്തെ വ്യൂ. ഇതാണ് ഇതാണ് ഞങ്ങളുടെ ക്ലിനിക്ക്. എസ്ക്ലോപ്പിയോസ് വൈസൻഫെൽസ്. ഇവിടെ ഞങ്ങൾ ക്ലിനിക്കിൽ ഇന്ന് സിറ്റി രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് ക്ലിനിക്കിൽ വന്നതാണ്. ഇപ്പോൾ ഇതാട്ടോ. ഞങ്ങളിതേ ക്ലിനിക്കിൽ വന്നു. കുറേ പേപ്പേഴ്സൊക്കെ സൈൻ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ സൈൻ ചെയ്ത് ഞങ്ങളിതേ തിരിച്ചിറങ്ങുന്നതാണ് കാണുന്നത്. ക്ലിനിക്കിൻ്റെ ഉള്ളിൽ ചെന്നപ്പോൾ അയ്യോ, നമ്മുടെ അടുത്തൊക്കെ എന്ന് വെച്ചാൽ ക്ലിനിക്കിൻ്റെ അല്ല, നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ ചെല്ലുമ്പോൾ ഭയങ്കര ബഹളവും ബഹളമൊക്കെ അല്ലേ. ഇവിടെ ഹോസ്പിറ്റലിനകത്ത് കയറിയിട്ട് ഒന്നും കേൾക്കുന്നില്ല, ഒരു സൗണ്ട് പോലും കേൾക്കുന്നില്ലാത്ത രീതിയിലാണ്. നമ്മൾ മിണ്ടുന്നത് പോലും ഇങ്ങനെ പയ്യെ സ്വകാര്യം പറയുന്ന പോലെ ഞങ്ങൾ വർത്താനം പറഞ്ഞത്. ഞങ്ങളിങ്ങനെ ക്ലിനിക്കിൽ പോയി തിരിച്ച് ഗൂഗിൾ മാപ്പൊക്കെ ഇട്ട് റൂമിലോട്ട് പോവാണ്. ക്ലിനിക്കിൽ നിന്ന് ഒരു 25 മിനിറ്റ് ഉണ്ട് ഞങ്ങളുടെ റൂമിലോട്ട്. ഭയങ്കര തണുപ്പാണ്. പക്ഷെ ഇന്നലെ ഞങ്ങൾ വന്ന ദിവസം നല്ല വെയിലുണ്ടായിരുന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷെ ഇന്നതേ സംസാരിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ തണുപ്പാണ്. പറഞ്ഞിട്ട് ക്ലിയർ ആവുന്ന പോലുമില്ല. ക്ലിനിക്കിൽ നിന്ന് റൂമിലോട്ട് പോകുന്ന വഴിയാണ്. നല്ല തണുപ്പാണ്. സമയം 1:30 കഴിഞ്ഞു. ഞങ്ങൾ രാവിലെ മടിയും കഴിച്ചിട്ട് ഇറങ്ങിയതാണ്. ഇനിയിപ്പോൾ ചെന്നിട്ട് എന്തെങ്കിലും വെക്കണം. ഇനി മേടിച്ചുകൊണ്ട് വന്നതിലൊരു ബീഫ് ബിരിയാണിയും കൂടി ഇരിപ്പുണ്ട്. അത് കഴിച്ച് ഞങ്ങളിന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പോവാണ്. മെഡിക്കൽ സ്റ്റോറാണ്. ഓക്കെ, നേരെയല്ലേടാ ഇനി? എന്തായാലും ഇന്ന് വന്ന കാര്യങ്ങൾ നടന്നു. സിറ്റി രജിസ്ട്രേഷനും കഴിഞ്ഞു. ക്ലിനിക്കിൽ പോയി സൈൻ ചെയ്തു. ഇത് മെഡിക്കൽ സ്റ്റോറാണ് ഇവിടുത്തെ. ഇനിയിപ്പോൾ സിമ്മിൻ്റെ കാര്യം റെഡിയാക്കാനുണ്ട്. ഓൾറെഡി ഒരു സിമ്മ് എടുത്തായിരുന്നു. ഓൾറെഡി നാട്ടിൽ നിന്നും പോകുന്നപ്പോൾ ജർമ്മനിയിലെ സിമ്മ് ഒരെണ്ണം എടുത്തിട്ടായിരുന്നു പോകുന്നത്. അപ്പോൾ അത് ആക്ടിവേറ്റ് ആയായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് വാട്സപ്പ് അത് ആ നമ്പറിലാവുന്നില്ല. അപ്പോൾ അത് ഒരു ഷോപ്പിൽ ഞങ്ങൾ ചോദിച്ചു, പക്ഷേ അവർക്കറിയത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത ദിവസം തിങ്കളാഴ്ച പോവാമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ മാഡം. അപ്പോൾ അന്നേരം പോയി ചോദിക്കണം. വാട്സപ്പ് അത് ആക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ വേറെ സിം എടുക്കണം എന്നാണ് അവർ പറഞ്ഞത്. കാരണം ഇവിടുത്തെ നമ്പറിൽ അവർക്ക് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കാൻ, അപ്പം എന്തെങ്കിലും ഇൻഫർമേഷൻസോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർ വാട്സപ്പിലാണ് ഇട്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ അതായില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നൊരു പുതിയ സിമ്മ് 25 യൂറോയാണ് പറഞ്ഞത്. ഇന്ന് ഞങ്ങളുടെ ഒരു ഫ്രണ്ട് എടുത്തായിരുന്നു. അപ്പോൾ 25 യൂറോയാണ് പറഞ്ഞത്. അപ്പോൾ അത് എടുക്കണം, എന്നിട്ടത് റെഡിയാക്കണം. ഇപ്പോൾ പുറത്തുനിന്ന് ഞങ്ങൾ സാധനങ്ങളൊന്നും ഇതുവരെ വാങ്ങിച്ചിട്ടില്ല. ഇനിയിപ്പോൾ അടുത്ത ദിവസം ഇന്നിനിപ്പോൾ പറ്റത്തില്ല.
ഇനിയിപ്പോൾ അടുത്ത ദിവസം ഫ്രണ്ട്സ് അവരാരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അവരുടെ കൂടെ പോയി ഷോപ്പൊക്കെ ഒന്ന് കണ്ട് നമ്മൾ ചെന്ന് കഴിയുമ്പോൾ ഒരുപാട് ഗ്രോസറീസൊക്കെ കിട്ടുന്ന ഷോപ്പുകളുണ്ട്. പക്ഷേ ചിലയിടങ്ങളിൽ പൈസ കൂടുതലും ചിലയിടത്ത് പൈസ കുറവും അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ നമുക്കറിയത്തില്ലല്ലോ, അന്ന് സമയമായതുകൊണ്ട് അറിയത്തില്ലാത്തതുകൊണ്ട് അവരിപ്പോൾ കുറച്ച് ദിവസമായി വന്നിട്ട്, അപ്പോൾ അവർക്കൊരുവിധം പരിചയം ആയതുകൊണ്ട് അവരുടെ കൂടെ വേണം പോകാനായിട്ട്. അപ്പം നാളെ എങ്ങാനും പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണം. അപ്പം ഞങ്ങളിപ്പോൾ റൂമിലോട്ട് പോവുക. ഇവിടെ വന്ന് നടന്ന് മടുത്തു ഒറ്റ ദിവസം കൊണ്ട്. രാവിലെ മഴയായതുകൊണ്ടായിരുന്നു അത്രയും. പിന്നെ തണുപ്പൊന്ന് മാറി കുറച്ച് വെയിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഒത്തിരി ദൂരം തോന്നിക്കത്തില്ല. ഇതിപ്പോൾ എന്തോരം നടന്നാലും തീരുന്നില്ല എന്ന് തോന്നുന്നു അവിടെ. ഇനി 10 നേരം ഇല്ല, 12 മിനിറ്റ് എങ്ങാണ്ടേ ഉള്ളൂ. സിറ്റി രജിസ്ട്രേഷൻ ചെയ്യാൻ പോയയിടത്ത് വേറെ പ്രത്യേകിച്ചൊന്നുമില്ലായിരുന്നു. പാസ്പോർട്ടും വിസയും കൊണ്ട് ചെന്നാൽ മതിയായിരുന്നു. അവർ പേപ്പർ റെഡിയാക്കി നമ്മളെ കൊണ്ട് സൈൻ അടിപ്പിച്ച് മേടിക്കത്തേ ഉള്ളൂ. പിന്നെ ക്ലിനിക്കിൽ ഒരുപാട് പേപ്പേഴ്സ് ഉണ്ട്. അതൊക്കെ അവർ തന്നെ പറഞ്ഞു തന്ന് നമ്മളെന്തെങ്കിലും എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ, മെഡിസിൻ എടുക്കുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് അതെല്ലാം ഫില്ല് ചെയ്ത് ഒരുപാട് പേപ്പേഴ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്ത് സൈനിട്ട് കൊടുക്കണം. ഇനിയിപ്പോൾ അടുത്ത ആഴ്ച ഡോക്ടറെ ആയിട്ടുള്ള മീറ്റിംഗ് ഉണ്ട്, അതിലെന്താണെന്ന് അറിയത്തില്ല. അങ്ങനെ ഞങ്ങൾ തിരിച്ച് റൂമിലെത്തി. ഇനിയിപ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കണം. ഇനിയിപ്പോൾ ഇന്ന് എങ്ങോട്ടും പോകുന്നില്ല. സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോകണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ ഇന്ന് ഇറങ്ങാൻ പറ്റില്ല, കാരണം രാവിലെ തൊട്ട് നടന്ന കാരണം കൊണ്ട് പറ്റില്ലുണ്ടായി. ഇനിയിപ്പോൾ ഒന്ന് കിടന്ന് ഉറങ്ങുകയൊക്കെ ചെയ്യണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസുകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇനി മുതലാണെങ്കിലും ചെറിയ ചെറിയ വീഡിയോസുകളിടും. ഓക്കെ, ബൈ.